ഇപ്പൊ യോഗ ഭാര്യയെ പോലെ ഭർത്താവിനെ പോലെ നമ്മുടെ കൗണ്ടർ പാർട്ടിനെ പോലെ ആണ് നമ്മൾ ചെയ്തതെങ്കിൽ, ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ, യോഗ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ പുത്രന്മാരെങ്ങനെ സംരക്ഷിക്കുവോ അതേപോലെ സംരക്ഷിക്കും. മനസ്സിലായോ? വീണ്ടും മുംതാസിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ മുംതാസ് നേരത്തെ എന്താണ്, മുംതാസിനെ കിട്ടിയാലേ ആൾ എന്തുണ്ടാക്കുള്ളൂ, താജ്മഹൽ ഉണ്ടാക്കുള്ളൂ. ജയന്റെ സിനിമയിലേക്ക് പറയും പോലെ എന്താണ്, എന്തുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ പറയില്ലേ? അതേപോലെ രണ്ടാമത് तकदीर है मगर किस्मत नहीं खुलती ताजमहल बनाना चाहता है मगर मुमताज नहीं मिलती. മുംതാസ് മിൽ രഹി ഹെ. മുംതാസിനെ എങ്ങനെയോ കണ്ടുപിടിച്ചു, എവിടെ നിന്നൊക്കെ ഒരു മുംതാസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. മഗർ മുംതാസ് വന്നാൽ മതിയോ? മുംതാസിന് ആ ഇമോഷൻസ് ഒക്കെ വേണം. ലവ് ചെയ്യണം, ലവിന്റെ എന്താണ് സെറട്ടോണിൻ അല്ലെങ്കിൽ എന്താണ് ഓക്സിറ്റോക്സിൻ എന്നുള്ള ആ സാധനങ്ങളൊക്കെ മുംതാസിന് ഉണ്ടാകണം. ഇയാളെ കാണുമ്പോഴേ ഉണ്ടാവുമോ? ഇയാൾക്ക് തിരിച്ചും ഉണ്ടാവണം, എങ്കിലേ ലവ് ഉണ്ടാവുള്ളൂ. അപ്പൊ മഗർ മുംതാസ് മിൽദേ മഗർ ഷാദി നഹി കർത്തി. മുംതാസ് എന്തില്ല, കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം എന്താ? താല്പര്യം എന്താ? മുംതാസ് എന്തില്ല, യോഗ അറിഞ്ഞൂടാ, അതാണ് കാരണം. അല്ലേ? ഇതുണ്ടായിരുന്നെങ്കിൽ ഈ എന്താണ് പ്രേമം, ഓക്സിറ്റോക്സിൻ ഉണ്ടാകുന്നതാണ് പ്രേമം. അതിന്റെ അളവ് കൂടുമ്പോൾ ഭയങ്കര എന്താണ് ഒടുക്കത്തെ പ്രേമമായിരിക്കും. അത് കുറയുമ്പോഴോ അഴിയുമ്പോഴും വളമായിരിക്കും. ആണോ? ശരിയാണോ? സോ ന്യൂറോ കെമിസ്ട്രി വ്യത്യാസം വരുത്താൻ ആർക്ക് കഴിയും? യോഗയ്ക്ക് മാത്രം കഴിയും. വേറെ ഒരു മെഡിസിനും കഴിയില്ല. കഴിച്ചാൽ കുഴപ്പമാവുകയും ചെയ്യും. ഓക്കെ, അഗൈൻ താജ്മഹൽ ബനാന ചാഹता है മഗർ മുംതാസ് നഹി മർത്തി. ഈ മുംതാസിനെ കിട്ടി, ലവ് എല്ലാം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോ ഈ മുംതാസ് ഒന്ന് തട്ടിക്കിട്ടിയാൽ, ചത്തുപോയാൽ, അല്ലെ, പ്രാണൻ, മുംതാസിന്റെ പ്രാണൻ പോയാൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? താജ്മഹൽ ഉണ്ടാക്കാൻ. അതാണ് നമ്മുടെ ചിന്ത, അല്ലെ? എങ്ങനെ സാറൊന്ന് ഒഴിഞ്ഞു പോയാൽ ഞാൻ സ്വസ്ഥമാകാമായിരുന്നു എന്നാണ് ചിന്ത. അപ്പൊ എവിടെയാ കുഴപ്പം? സിതാരേ ബദൽ ജായെങ്കി, ചുമ്മാ ആവുമോ? ഇല്ല. എന്ത് വേണം? റൈറ്റ് തോട്ട്സ് വേണം, ശരിയായ ചിന്ത വേണം. ശരിയാണോ? അപ്പൊ ഇതെല്ലാം യോഗയിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നോക്കാം? ശരീരവും മനസ്സും ഈ ഘടകങ്ങളൊക്കെ യോഗയിൽ ഉണ്ടോ നോക്കാം. ഉണ്ടോ? ശരീര മനസ്സോർ യോഗ 10,000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണോ പറഞ്ഞിരിക്കുന്നത്? ചരക സംഹിത ഋഗ്വേദത്തിലുണ്ട്, ചരക സംഹിത വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ശരീര മനസ്സോർ യോഗ പരസ്പരം അനുർവജേ. എന്താണ്? ശരീരവും മനസ്സും ചേർന്നാണ് യോഗ. പരസ്പരം എന്തല്ല? പൂരകങ്ങളാണ്, പരസ്പരം അനുപൂരകമാണ്, അല്ലെ? പരസ്പരം ബന്ധപ്പെട്ടതാണ്. ആധാര ആദേയ ഭാവേന തപ്താജ്യ ഘടയോരുവ. ആധാരം മീൻസ് ഒന്ന് ബെയർ ചെയ്യുന്നുണ്ട്, മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുന്നുണ്ട്. ഒന്നിനെ ആദരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിനെ ബെയർ ചെയ്യുന്നുണ്ട്. ആധാര ആദേയ. ആദേയ മീൻസ് ആദേയമാണ്, ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട്, ഒന്ന് അതിനെ എന്ത് ചെയ്യുന്നു? വിവക്ഷിക്കുന്നുണ്ട്. ഭാവേന തപ്താജ്യ ഘടയോരുവ. എന്താണ് ഘടം എന്ന് പറഞ്ഞാൽ? എന്താ ഘടം? വെസല്, അല്ലെ? ഒരു പോട്ട്. ഈ ചൂടുള്ള പോട്ടിനകത്ത് നമ്മള് നെയ്യ് ഒഴിച്ചാല്, തണുത്ത നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാല് എന്താവും? ചൂടാവും, നെയ്യ് ചൂടാവും. അപ്പൊ നെയ്യെ നിങ്ങള് മനസ്സായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ബോഡിയെ നിങ്ങള് വെസലിനെ നിങ്ങള് ബോഡിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ബോഡിക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങളെല്ലാം എവിടെ ബാധിക്കും? എവിടെ ബാധിക്കും? മനസ്സിനെ ബാധിക്കും. മനസ്സിലുണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ എവിടെ ബാധിക്കും? ശരീരത്തെ ബാധിക്കും. അപ്പോ ജനറ്റിക് ട്രബിൾസ് എന്ന് നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്ന കുഴപ്പങ്ങൾ, ജനിതക പ്രശ്നങ്ങൾ വരെ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും നമ്മൾ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ എപ്പിജനോമിക് ക്രിയേഷൻ, അതിന്റെ പുറത്ത് തന്നെ ജീൻസിനെ ഒതുക്കിക്കൊണ്ടുള്ള എപ്പിജനോം ക്രിയേറ്റ് ചെയ്യും. എപ്പിജനോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ജീൻസിന്റെ പഴയ സ്വഭാവം തന്നെ മാറും. മനസ്സിലായോ? അപ്പൊ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും യോഗ ചെയ്താലേ. മനസ്സിലായ? ക്വാളിറ്റി, ലൈഫിന്റെ ക്വാളിറ്റി വ്യത്യാസം വരും. ഇപ്പൊ എന്തിനാണ് യോഗ ചെയ്യുന്നത്? ജീവിതത്തിന്റെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. നടക്കാനും ഇരിക്കാനും കിടക്കാനും പിന്നെ ചിന്തിക്കാനും ആഹാരം കഴിക്കാനും അങ്ങനെ സമഗ്രമായിട്ട് ബാധിക്കുന്ന, എല്ലാ ആസ്പെക്ട്സിലും ബാധിക്കുന്ന ഒരു പ്രോസസ്സാണ് യോഗ. മനസ്സിലായോ? അത്രയും ബ്രോഡാണ്. അതിന് ഒരു ഡെഫിനേഷൻ കൊണ്ടൊന്നും പറയാനൊക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെസല് ബോഡി ആണെങ്കിൽ നെയ്യ് എന്താണ്? ആദ്യം നെയ്യ് എന്താണ്? മനസ്സാണ്. മനസ്സിലെ ചൂടുണ്ടെങ്കിൽ ബോഡിയിലേക്ക് വരും, ബോഡിയിലെ ചൂട് മനസ്സിലേക്ക് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവാം, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താലോ
മനസ്സ് കേടായ ബോഡി കേടാവും, ബോഡി കേടായാല് അതാണ് തമിഴന്മാർ പറഞ്ഞ കായകൽപ്പം. കായം മീൻസ് ബോഡി, കൽപ്പം മീൻസ് കൽപ്പം മനസ്സ്. അപ്പൊ കായകൽപ്പ യോഗ അവർക്കുണ്ട്. വേദാദ്രി മഹർഷിയുടെ കായകൽപ്പ യോഗയുണ്ട്. വളരെ ബെറ്റർ ആയിട്ട് എഫക്റ്റ് ഉള്ള യോഗയാണ്. മനസ്സിനെ കുറിച്ച് ഇങ്ങനെ വരുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ മനസ്സിനെ കുറിച്ച് ആരെങ്കിലും സ്വന്തമായിട്ട് രാത്രി കിടക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? സെൽഫായിട്ട് ഒരു അപഗ്രഥനം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? എന്റെ മനസ്ഥിതി ശരിയാണോ, എന്റെ ശാരീരിക സ്ഥിതി ശരിയാണോ എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എവിടെയാണോ നമ്മുടെ കുഴപ്പമെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? എന്തായാലും നമുക്ക് ടൈമില്ല, സമയമില്ല അല്ലെ. സമയമുണ്ടോ? നമ്മളെ പ്രവൃത്തിയെല്ലാം ശരിയാണോ? നമ്മളെ പ്രവൃത്തിയെല്ലാം ശരിയാണോ? അല്ല. ഈ പ്രവൃത്തി ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? സൊസൈറ്റിയിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ തന്നെ നാശത്തിലേക്ക് പോവുകയും ചെയ്യും അല്ലെ. നിങ്ങളുടെ സെല്ലുകൾ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ എല്ലാ സെല്ലുകളും മനസ്സിന്റെ ചിന്തകളെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബോധമില്ലാന്ന് ആൾക്കാർ ബോധമില്ലാത്ത പയ്യനാണെന്ന് പറയാറില്ലേ? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബോധമില്ല. എന്താണ് കാരണം? അവയർനെസ്. എന്താണ് കാരണം? ശരീരത്തിനെ കുറിച്ചും ബോധമില്ല, മനസ്സിനെ കുറിച്ചും ബോധമില്ല. ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? എഡ്യൂക്കേഷൻ ഉണ്ടോ? ബോധം ഉണ്ടാക്കാനുള്ള എഡ്യൂക്കേഷൻ ആരെങ്കിലും തരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കൗൺസിലിംഗ് ആരെങ്കിലും തരുന്നുണ്ടോ? നമുക്ക് യോഗി കൗൺസിലിംഗ് തന്നെ ഉണ്ട്. ബെറ്റർ ആയിട്ടുള്ള യോഗി കൗൺസിലിംഗ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാക്കി എടുക്കാൻ പറ്റുന്ന മൊഡാലിറ്റീസും ഉണ്ട്, മാർഗങ്ങളുണ്ട്. അവയർനെസിന്റെ അവയർനെസ് ആണ് കോൺഷ്യസ്നെസ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് നമ്മൾ പറയുന്നു. കണ്ണെന്താണ്? ഒരു ഇൻസ്ട്രുമെന്റ് അല്ലേ. കണ്ണിനുള്ളിൽ എന്തുണ്ട്? അതിനകത്ത് റെറ്റിനോളിക് ആസിഡ് ഉണ്ട് ആ കോശങ്ങൾക്കുള്ളില്. ഈ റെറ്റിനോളിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് കഴിക്കണം? വൈറ്റമിൻ വേണം. വൈറ്റമിൻ എ എസ്പെഷ്യലി വേണം. ഈ വൈറ്റമിൻ എ കൂടുതൽ കഴിച്ച ആളുടെ റെറ്റിനോളിക് ആസിഡിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ട് അത് ഒരു കാര്യം കാണുമ്പോൾ ഫോട്ടോൺസ് അകത്ത് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് കോഗ്നിറ്റീവ് ഇല്ല, ബ്രെയിനാണ് ചെയ്യുന്നത്. അതിനൊരു ന്യൂറോട്ടിക് ലിങ്ക് ഉണ്ട്, ഒരു നെർവ് സിസ്റ്റം ബ്രെയിനിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പം നമ്മുടെ കോഗ്നിഷനും ഈ എന്താണ് കണ്ണിന്റെ ഫിസിക്കലി ഉള്ള പ്രസൻസും അതിനകത്തുള്ള വൈറ്റമിൻസും എന്ന് പറഞ്ഞാൽ ആഹാരം, കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയം, ജ്ഞാനം ചെയ്യുന്ന ഇന്ദ്രിയം, തലച്ചോറ്, ഇതെല്ലാം ചേർന്ന് ഇതിനെ അനലൈസ് ചെയ്യാനുള്ള വേറൊരു പവറുണ്ട്. എന്നതാ പറയുന്ന കോൺഷ്യസ്നസ്, ബോധം. അപ്പൊ യോഗ ചെയ്യുന്ന എന്തിനാണ്? ബോധം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്താണ് ബോധം? ബോധം നമുക്ക് അവബോധം എന്ന് പറയാം. എന്താണ് അവബോധം? അവബോധം എല്ലാ ബോധം കൂടെ ചേർന്നാണ് അല്ലെ. കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസും ആയിട്ടുള്ള എല്ലാത്തിനെയും ചേർന്നാണ് അവബോധം എന്ന് പറയാം. ഈ അവബോധം ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറും? നമ്മള് ശരിക്കും യോഗിയായിട്ട് മാറും. ഈ അവബോധത്തിന്റെ പ്രവാഹമാണ് മനുഷ്യന്റെ ജീവിതം. ഈ അവബോധം കൂടിയാവുന്ന എല്ലാ നോളജും ഉണ്ടാവും. അവബോധം കുറഞ്ഞാലോ അത് ഡിസീസിലേക്ക് നിർത്തുകയും ചെയ്യും.